Disclaimer: This video is for educational and information purpose only and does not constitute financial or investment advice. We are not SEBI registered advisors. Cryptocurrencies and NFTs investment are highly risky. Please do your own research before investing. We are not responsible for any financial losses or gains resulting from your decision. Invest responsibly. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മഹേഷ്. നമ്മുടെ പുതിയ ചാനൽ ഗെയിൻസ് ഓൺ ചെയിൻ എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചാനലിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം അതിൽ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഒരു ചാനലുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇൻസ്റ്റഗ്രാം ചാനലും അതുപോലെ തന്നെ ടെലഗ്രാമും അതേപോലെ തന്നെ ട്വിറ്ററും ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സുയി നെറ്റ്വർക്കിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതായത് സുയി നെറ്റ്വർക്കിൽ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രോജക്റ്റിന്റെ പേര് വരുന്നത് ഗീവറപ്പ് എന്നാണ്. അതായത് നമ്മൾ നേരത്തെ കൈറ്റോ എന്ന പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു പ്രോജക്റ്റ് വന്ന് ലിസ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് പല ആൾക്കാർക്ക് ലഭിച്ചു. അതായത് ഇൻഫ്ലുവൻസേഴ്സിന് ലഭിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാര്യം അങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റ് കൊടുത്തത്. എന്നാൽ ഇത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് അല്ല, നമ്മൾ സാധാരണക്കാർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റിന്റെ പേര് വരുന്നത് ഗീവറപ്പ് എന്നാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് നേടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അതായത് നമ്മൾ ട്വീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മസ്റ്റ് ആയിട്ട് ഗീവറപ്പിനെ ടാഗ് ചെയ്യുക. അതായത് ഇവിടെ @ഗീവറപ്പ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ടാഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പോയിന്റ് ലഭിക്കുന്നത്. ആ പോയിന്റ് പിന്നീട് കൺവേർട്ട് ചെയ്തിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ഒരു ഗീവറപ്പിൽ ഒരുപാട് പ്രോജക്റ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോയാലിറ്റി പോയിന്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് ഗീവറപ്പിനെ ടാഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു പ്രോജക്റ്റിനെയും കൂടെ ടാഗ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പോയിന്റ് നമുക്ക് ഇവിടെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഗീവറപ്പിന്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞത് 100 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെപ്യൂട്ടേഷൻ പോയിന്റ് ആണ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുക. അതായത് നമ്മൾ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പോസ്റ്റിൽ നമ്മൾ @ഗീവറപ്പ് എന്ന് മെൻഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് റെപ്യൂട്ടേഷൻ പോയിന്റ് ആണ് ലഭിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇടുന്ന പോസ്റ്റിന്റെ താഴെ പോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും പോയിന്റ് ലഭിക്കും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിനകത്ത് നിങ്ങൾ @ഗീവറപ്പ് എന്ന് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിന്റ് ലഭിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന പോസ്റ്റിന് താഴെ കമന്റിൽ ഇതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നു, അതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുന്നു. അപ്പോൾ ആ കമന്റിന് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്കും പോയിന്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ റീട്വീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ലൈക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും കമന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും എത്രത്തോളം നമ്മൾ ഒരു പോസ്റ്റിൽ എൻഗേജ് ആവുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ ഈ ഒരു റെപ്യൂട്ടേഷൻ പോയിന്റ് ലഭിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലോയാലിറ്റി പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും ലോയാലിറ്റി പോയിന്റ് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ലോയാലിറ്റി പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രോജക്റ്റുകൾ സുയി നെറ്റ്വർക്കിലുള്ളത് ഈ ഒരു ഗീവറപ്പുമായിട്ട് ടൈപ്പ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ടാഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ലോയാലിറ്റി പോയിന്റ് ലഭിക്കുക. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ATTN എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എയർ ഡ്രോപ്പ് പോയിന്റ്സ് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മിനിമം 100 ഫോളോവേഴ്സ് ആണ് ഇവരുടെയൊക്കെ റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നെക്സ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ നമ്മൾ ടാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ ഫോളോവേഴ്സ് 0 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ജോയിൻ, അതായത് ഇവിടെ ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോ ആൻഡ് ട്വീറ്റ് അബൌട്ട് നെക്സ ആൻഡ് ടാഗ് നെക്സ XYZ ഏൺ റിവാർഡ്സ്. അതായത് നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പോസ്റ്റിൽ ഇവരെ ടാഗ് ചെയ്യുക, അതായത് ഇവരെ കുറിച്ച് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് @നെക്സ XYZ എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ @ഗീവറപ്പും എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെ 2 ടാഗ് മാത്രമേ നിങ്ങൾ ഒരു പോസ്റ്റിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിന് ഓരോ പോയിന്റ് അവിടെ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണക്ട് ട്വിറ്റർ ആണ്. അപ്പോൾ ഇവിടെ കണക്ട് X എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളുടെ ട്വിറ്റർ പേജ് നമ്മളിവിടെ ഓതറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലീഡർ ബോർഡ് എന്നുള്ള സെക്ഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിലവിൽ എൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 2632 208 റെപ്യൂട്ടേഷൻ പോയിന്റ് ആണ് എനിക്ക് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ ടോപ്പ് കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ
പോസ്റ്റിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പോയിന്റ് ലഭിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇടുന്ന പോസ്റ്റിന് 100 വ്യൂസിന് മുകളിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു റെപ്യൂട്ടേഷൻ പോയിന്റ് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ മൈ പ്രൊഫൈൽ എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റാങ്ക്, അതുപോലെ റെപ്യൂട്ടേഷൻ. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഒരാൾ കമൻറ്റ് ചെയ്തതാണ്, അതിന് ഞാൻ തിരിച്ചും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റെപ്യൂട്ടേഷൻ പോയിന്റ് ലഭിക്കുക. ഇപ്പം നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുന്നു, അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് @giveurp എന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്കൊരു പോയിന്റ് ലഭിക്കും. അല്ല, അതിൻ്റെ താഴെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കും. ഒരുപാട് രീതിയിൽ പോയിന്റ് ഇതിനകത്ത് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നില്ല. ചില കമൻസിന് പോയിന്റ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 100 ഫോളോവേഴ്സിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ട്വിറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി ഞാൻ ഇവിടെ കാണിച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പം ഞാനിവിടെ എൻ്റെ ട്വിറ്റർ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പോസ്റ്റ് ഇടാൻ നേരത്തെ ഇവിടെ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇടാനുള്ള ആ ഒരു കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റിയിട്ട് 10 എന്നുള്ളത് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇവരെയാണ് ഞാൻ ടാഗ് ചെയ്യുന്നത്, കാര്യം അവരുടെ ഇമേജാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ everyone എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു everyone എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ഒരു പോസ്റ്റ് എടുക്കുകയാണ്, ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം everyone എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് ഗീവറപ്പ് ആൻഡ് സുയി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കും ഇങ്ങനെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ everyone എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടാണ്. അത് ഗീവറപ്പ് ആൻഡ് സുയി കമ്മ്യൂണിറ്റിയിലേക്കാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുകയാണ്. കമന്റ് ചെയ്തിട്ട് ഹായ് എന്നോ അല്ലെങ്കിൽ ഗുഡ് പ്രോജക്റ്റ് എന്നോ എന്തെങ്കിലും എഴുതിയതിന് ശേഷം @giveurp അല്ലെങ്കിൽ @attend token എന്നുള്ള കൊടുക്കുക. മാക്സിമം 2 ടാഗ് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. അതിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സുയി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക. അതായത് ഈ ഒരു ഗീവറപ്പ് എന്നുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ ആൾക്കാർ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 113 വ്യൂസും അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ പോസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് 100 ഫോളോവേഴ്സിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ മെൻഷൻ ചെയ്യുക 100 ഫോളോവേഴ്സ് കുറവാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് @giveurp എന്നും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ കൂടെ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ പോസ്റ്റിൽ എൻഗേജ്മെന്റ് വരുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ പോയിന്റ് ലഭിക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന 208 റെപ്യൂട്ടേഷൻ പോയിന്റ്. ഇവിടെ കാണാൻ സാധിക്കും ഇന്നലെ 9:46 എനിക്ക് ഒരു റെപ്യൂട്ടേഷൻ പോയിന്റ് ലഭിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ എത്രത്തോളം ഇതിനകത്ത് എൻഗേജ് ആവുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പോയിന്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ പ്രോജക്റ്റ് ആണോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു ലോയാലിറ്റി എന്നുള്ള സെക്ഷൻ വന്നതിന് ശേഷം ജോയിൻ ഓൾ പ്രോഗ്രാംസ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെല്ലാം ജോയിൻ ആവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇൻസെൻറ്റീവ് പ്രോഗ്രാമും ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ടാഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ് IK എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇവർ ലോഞ്ച് ആവാനായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ എയർ ഡ്രോപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇവരെക്കുറിച്ച് മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്തത് ആ ഒരു പ്രോജക്റ്റിന് സെക്ഷന് വന്നിട്ട് നിങ്ങളിവിടെ ലീഡർ ബോർഡ് എന്നുള്ളത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ആ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ എത്രാമത്തെ റാങ്കിലാണ് എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മറ്റൊരു പ്രോജക്റ്റിൻ്റെ എടുത്ത് നോക്കാം ഇവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. IK എന്ന പ്രോജക്റ്റിൻ്റെ ലീഡർ ബോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1681 ഒരു ട്വീറ്റാണ് ഉള്ളത്. 203 വ്യൂസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ പ്രോജക്റ്റിൻ്റെയും ലീഡർ ബോർഡിൽ കയറിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു പ്രോജക്റ്റ് കാണിക്കാം. ആ ഒരു പ്രോജക്റ്റിൻ്റെ ടോക്കൺ തന്നെയാണ് നമുക്ക് അവിടെ അവർ റിവാർഡായിട്ട് നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലീഡർ ബോർഡിൽ വരുന്നു. ലീഡർ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ട്വീറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടോക്കൺ തന്നെയാണ് SCA എന്ന് പറയുന്ന ടോക്കൺ തന്നെയാണ് എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള വെറും 1.03 SCA ടോക്കണാണ്. ഞാൻ ഒരു ട്വീറ്റാണ് ഇട്ടിരിക്കുന്നത്. 206 വ്യൂസ് വന്നിട്ടുണ്ട്, 7 ലൈക്ക് വന്നിട്ടുണ്ട്, 5 റീട്വീറ്റും വന്നിട്ടുണ്ട്, 8 റിപ്ലൈസും വന്നിട്ടുണ്ട്. എൻ്റെ റാങ്ക് 757 ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രോജക്റ്റിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ
പ്രോജക്റ്റിന്റെ ലീഡർ ബോർഡിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുകയും അവരുടെ പ്രോജക്റ്റിന്റെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയും ചെയ്യും. അതായത് ഗീവറപ്പിന്റെ എയർ ഡ്രോപ്പ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന പ്രോജക്റ്റിന്റെ ഒക്കെയും എയർ ഡ്രോപ്പ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട്, അതായത് ഞാൻ പറഞ്ഞ ആ ഒരു സുയി കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് നിങ്ങളുടെ പോസ്റ്റിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഏർലി സ്റ്റേജിലാണ്. റീസെൻ്റ്ലി ആണ് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ആയത്. യാതൊരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ട്വിറ്ററിൽ എൻഗേജ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗീവറപ്പിന്റെ എയർ ഡ്രോപ്പും അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രോജക്റ്റുകളുടെ എയർ ഡ്രോപ്പും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം എൻഗേജ് ആവുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പോസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം റീട്വീറ്റ് ചെയ്യുന്നു, എത്രത്തോളം കമന്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിവാർഡ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് @ഗീവറപ്പ് എന്ന് മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഹായ് എന്നോ അല്ലെങ്കിൽ നൈസ് പ്രോജക്റ്റ് എന്നോ ഗുഡ് പ്രോജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം @ഗീവറപ്പ് എന്നും പിന്നെ ഈ ഒരു ലോയാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലോയാലിറ്റി സെക്ഷനിലുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്, റെപ്യൂട്ടേഷൻ പോയിന്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. അപ്പോൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, bye. Disclaimer. This video is for educational and information purpose only and does not constitute financial or investment advice. We are not SEBI registered advisors. Cryptocurrencies and NFTs investment are highly risky. Please do your own research before investing. We are not responsible for any financial losses or gains resulting from your decision. Invest responsibly.